അടയാളങ്ങൾ കൊണ്ട് വചനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വളരെ പ്രസിദ്ധമായ വചനമാണ്. 20-ാമത്തെ വാക്യം. അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? കർത്താവ് നമ്മോടുകൂടെ പ്രവർത്തിക്കും. പ്രീഡില്ലേ? അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൈവിക ഇടപെടലിൻ്റെ ഒരു രീതിയാണ്. എന്താണ്? അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. അവിടുന്ന് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. അപ്പം നമ്മുടെ ഒക്കെ കൂടെ കർത്താവ് പ്രവർത്തിക്കും. പിന്നെ എന്നാ ചെയ്യും? രണ്ടാമത് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പോൾ വചനം സ്ഥിരീകരിക്കണത് എങ്ങനെയാണ്? അടയാളങ്ങൾ കൊണ്ടാണ്. അതാണ് അടയാളങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്നതിൻ്റെ കാരണം. അതാണ് വചന സ്ഥിരീകരണത്തിൻ്റെ ഒരു മാർഗം അടയാളങ്ങളാണ്. അടയാളങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വചനം നിങ്ങളെ കേൾക്കുന്ന മുമ്പ് അടയാളങ്ങൾ കാണിക്കുന്നതിൻ്റെ കാരണം അതാ. സാക്ഷ്യം പറയിപ്പിക്കണില്ലേ? അതിൻ്റെ ഉദ്ദേശം അതാണ്. വചനങ്ങൾ ദൈവം സ്ഥിരീകരിച്ചതിൻ്റെ അടയാളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ചേട്ടായി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ഇതാണ് ഗംഭീരമായ കടം, നിക്കക്കള്ളിയില്ല അത്രേ. അപ്പോൾ അദ്ദേഹത്തിന് വിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലം ബ്രോക്കറോട് പറഞ്ഞ് നല്ല സ്ഥലം പോലും വിറ്റ് പോണില്ല ഈ കാലത്ത്. പിന്നെയാണ് തൻ്റെ വെള്ളക്കുഴി, വെള്ളം കയറുന്ന സ്ഥലമെന്ന് ചോദിച്ചില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടിയുടെ നേച്ചറുള്ളൊരു സാക്ഷ്യമാണ്. ബ്രോക്കർ എന്നാ പറയണത്? എന്നാ കടമാണെന്ന് പറഞ്ഞാലും ആത്മഹത്യയെന്ന് പറഞ്ഞാലും നല്ല സ്ഥലങ്ങൾ പോലും ഈ കാലത്ത് വിറ്റ് പോണില്ല. പിന്നെ എങ്ങനെയാണ് തൻ്റെ വെള്ളക്കുഴി വിറ്റ് പോണത് എന്ന് ചോദിച്ചു. ആ വചനം ഞാൻ കേട്ട എൻ്റെ മനസ്സിലാക്കി, ഞാൻ അകത്തിരുന്ന് ആ വചനം അദ്ദേഹം പറയണ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വന്ന വചനം, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും, ആശ്രയിക്കുന്നവർക്കല്ല, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക്. അതാണ് 34:10 സങ്കീർത്തനം 34:10. ഒന്നേറ്റ് പറഞ്ഞ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവേ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം സിംഹക്കുട്ടികൾ പോലെ ഇര കിട്ടാതെ വലയുന്ന കാലമെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കഴിവും സ്വാധീനമൊക്കെ ഉണ്ടായാലും കാര്യം നടക്കാത്ത കാലമുണ്ടാകും ഇല്ലേ? നമുക്ക് എത്ര കഴിവും സ്വാധീനവും ഉണ്ടായാലും കാര്യങ്ങൾ നടക്കാതിരിക്കണ കാലമുണ്ടാകും. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താ പറയണത്? സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. വലച്ചിലിൻ്റെ കാലമാണ്. ഈ വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യണമെന്നാണ് പറയണത്? കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് അപ്പോൾ വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യേണ്ടത്? കർത്താവിനെ അന്വേഷിക്കണം. അതാണ് സങ്കീർത്തനം 34:10. ഈ വചനം വീട്ടിൽ പോയിട്ട് വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് കയറി സെർച്ച് ചെയ്തെടുക്കണം. കാര്യം വലച്ചിലിൻ്റെ കാലത്ത് പലതരത്തിലെ വലച്ചിൽ വരും അല്ലേ? രോഗം ഒരു വലച്ചിലാണ്, കൊറോണ ഒരു വലച്ചിലാണ് അല്ലേ? വലച്ചിലിൻ്റെ കാലത്ത് എന്താ ചെയ്യണം? ഉള്ള ദേവാലയം അടച്ചുപൂട്ടുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം ചില വിദേശ രാജ്യങ്ങളിൽ ചില ഇടവകയൊക്കെ ദേവാലയം അടച്ചുപൂട്ടിയെന്ന് നമ്മൾ വായിച്ചില്ലേ? വാട്ട് നോൺസെൻസ്! വലച്ചിലിൻ്റെ കാലത്ത് എന്നാ ചെയ്യേണ്ടതാ? കർത്താവിനെ അന്വേഷിക്കണം. ചിലർ നമ്മൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? ഇപ്പോൾ വല്ലാത്തൊരു ഭയമാണ് മനുഷ്യൻ്റെ സമൂഹത്തിലിങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കണത് അല്ലേ?
പലതരത്തിലുള്ള ഭയങ്ങളല്ലേ, വാർത്തകളും വിശദീകരണങ്ങളും കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ, ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഓരോ സംഭവങ്ങളൊക്കെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ, പാവപ്പെട്ട മനുഷ്യന് കേൾക്കുമ്പോൾ അവന് വലച്ചിലുണ്ടാകും. അവൻ്റെ മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കണം. ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികൾ ജനതയുടെ മാനസിക ആരോഗ്യത്തെ തകർക്കരുത്. എല്ലാ മേഖലകളിലും മാനസിക ആരോഗ്യങ്ങൾക്കും ശാരീരിക ആരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ആത്മശക്തി ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രാജ്യം ഒരു ആരോഗ്യ എമർജൻസി, ഹെൽത്ത് എമർജൻസിയിലേക്ക് പോവുകയാണെന്നാണ് പൊതുവെ ഉള്ളൊരു സൂചന. ആരോഗ്യ അടിയന്തരാവസ്ഥ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, നമ്മൾ 144 പ്രഖ്യാപിക്കണ പോലെ കുറേ സമയത്തും ഇനി ആരോഗ്യ മേഖലയെ ഒരു 144 പ്രഖ്യാപിച്ചെന്ന് വരും. രണ്ടാൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് നിരോധിക്കുന്ന ഒരു കാലമുണ്ടാകും. അത്രയും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൊറോണ വൈറസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുമൂലം ഭീഷണിയായിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, വ്യക്തികളെ സമർപ്പിക്കുന്നു. കർത്താവെ, ദിവ്യകാരുണ്യത്തിന് അതുല്യമായ ശക്തിയാൽ കർത്താവെ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനതയുടെ ജീവൻ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയെ സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കുന്നു. ആരെ പേടിക്കണം എന്ന് ഞാൻ പറയാം എന്ന് ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. ആരെ പേടിക്കണം എന്ന് ഞാൻ പറയാം. കാര്യം നമ്മൾ പലതിനെ പേടിക്കണ കൊണ്ടാണ് ഈശോക്ക് അങ്ങനെ പറഞ്ഞു വരേണ്ടി വന്നത്. മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എല്ലാത്തിനെയും പേടിക്കുമല്ലോ ഇപ്പം. അതുകൊണ്ട് ആ പേടിയുടെ കാര്യത്തിൽ ഒരു ദിശാബോധം ഉണ്ടാവും. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കണം. അതാണ് ലുക്ക 12:5. ആരെ പേടിക്കണം എന്ന് വെച്ചാൽ ദൈവത്തെ മാത്രം. വൈറസിനെ പേടിക്കേണ്ടെന്ന് എൻ്റെ അർത്ഥം അല്ലേ. ദൈവത്തെ മാത്രമാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇതിനെ പേടിക്കുകയല്ല വേണ്ടത്. ഇതിനെ ഒരു സാമൂഹ്യ അവബോധവും വിവേകവും വെച്ചുകൊണ്ട് മനുഷ്യൻ ഇത് പടരാതിരിക്കാനും, ഇനി ഇൻ കേസ് ഒരു സംശയം വന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ. അത് നമ്മുടെ വിവേകത്തിൻ്റെ ഭാഗമാണ്. പൊതുജനത്തിൻ്റെ ആരോഗ്യവും നമ്മളുടെ വ്യക്തിപരമായ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അത്താഴ മേശയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന വലിയ സ്നേഹമുണ്ടല്ലോ. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഇപ്പോഴേ പരിഭ്രാന്തിയല്ലേ ശരിക്കും. വൈറസിനെ പിടിച്ച് ദേവാലയത്തിൻ്റെ വാതിലടക്കുന്നെന്ന് പറയണത് വരെയാണ്. ആ ഇടവകക്കാരെയാണ് ശരിക്കും വൈറസിനേക്കാളും നമുക്ക് പേടി. വൈറസിനെ പേടിച്ച് കുർബാന കൈ കൊടുക്കണില്ല എന്ന് പറയുന്ന ശുശ്രൂഷകരില്ലേ, അവരെ നമ്മൾ വൈറസിനേക്കാൾ പേടിക്കേണ്ടതാണ്. വൈറസിനെ പേടിച്ച് കുർബാന കുറേ നാളത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇടവക്കാരല്ലേ, അവരെ വൈറസിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടതാണ്. കാര്യമെന്താ? ദൈവത്തിൽ നിന്ന് പിടുത്തം വിട്ടിട്ടുള്ള ആധ്യാത്മിക അഭ്യാസങ്ങളൊക്കെ പരിഭ്രാന്തി ക്ഷണിച്ചു വരുത്തും. ശ്രുതികട ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ അവസ്ഥകളെ മുഴുവനും അങ്ങയുടെ തിരുസന്നിധിയിൽ, അങ്ങയുടെ അത്താഴ മേശയിൽ സമർപ്പിക്കുകയാണ്. തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും അഭിഷേക ശക്തിയാൽ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ അങ്ങ് വിടുതൽ നൽകണമേ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നതിനും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ സുരക്ഷിതത്വം അനുഭവിക്കുകയും ആ വിശ്വാസിയുടെ സുരക്ഷിതത്വത്തിലെ പൊതുസമൂഹത്തിനെയും സുരക്ഷിതമാക്കി ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ കൂട്ടമായ പ്രാർത്ഥനയോടുകൂടിയും അതിനേക്കാൾ ഉപരി ഇപ്പോഴേ രാജ്യങ്ങൾ അതിൻ്റെ അതിർത്തികൾ അടക്കുകയാണ്. രാജ്യങ്ങൾ അതിർത്തികൾ അടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സഹകരണത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് വേണ്ടത്. അതാണ് കോവിഡിൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ തന്നെ പാസീവ് ഗോസ്പെലിംഗ് ഉണ്ട്, ആക്റ്റീവ് ഗോസ്പെലിംഗ് ഉണ്ട്. പാസീവ് ഗോസ്പെലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ശത്രു പറയുന്ന സുവിശേഷമാകുമ്പോൾ തന്നെ അത് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. എന്താണ്? അതിർത്തികളൊക്കെ അടക്കാൻ എളുപ്പമാണ്, പക്ഷെ സഹകരണത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അത് ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങളെ എല്ലാ രാജ്യത്തിലും മനുഷ്യരാശിയെ മൊത്തത്തിലാണിത് ഇപ്പോഴും ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരാശി മൊത്തം മുമ്പത്തേക്കാളുള്ള മതിലുകളും വാതിലുകളുമൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഇങ്ങനെയുള്ള വംശീയ വിപത്തിനെ ചെറുക്കാൻ ആവശ്യമായ പരസ്പര സ്നേഹവും സഹകരണവും നമ്മുടെ സമൂഹത്തിലും ആഗോള സമൂഹത്തിലും പുലരാൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ ഈശോ തിരുസന്നിധിയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും, അതിനേക്കാൾ ഉപരിയാണ് ബൈസ്റ്റാൻഡേഴ്സ്. ഇത് ബാധിക്കുമ്പോൾ അതിനെ പരിചരിക്കുന്നവരുണ്ട്, ആരോഗ്യപ്രവർത്തകർ ഇപ്പോഴ് കണ്ണിൽ ഉണ്ണി പോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സമൂഹത്തിൻ്റെ ശുശ്രൂഷകരാണ്. അതുപോലുള്ള എല്ലാ വ്യക്തികളിലും പരസ്പരമായ സ്നേഹം പുലരാനും സഹകരണം വർദ്ധിക്കുവാനും മനുഷ്യരാശിയുടെ കൂട്ടായ സ്നേഹസഹകരണത്തോടു കൂടി ഇങ്ങനെയുള്ള ശത്രുതകളെ തരണം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കൊറോണ ബാധിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗഭീഷണിയിൽ കോവിഡ് അസുഖം ബാധിച്ചിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മനുഷ്യരുടെ എല്ലാ ഭയഭീഷണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നടപടിക്രമങ്ങൾ ക്രിയണമേ. ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പോഴ്ചയുമാണ്. നമ്മൾ അടയാളങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കാൻ തുടങ്ങിയത്. അടയാളങ്ങൾ മർക്കോസ് 16:20 അനുസരിച്ച് കൊണ്ട് ദൈവം നമ്മോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമാണ്. ദൈവപ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സ്ഥിരീകരണം ആവശ്യമായി വരും. ചിലപ്പോഴും സ്ഥിരീകരണം ഉണ്ടാവാത്ത പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പം അടയാളങ്ങൾ തന്നെ ചില കാര്യങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടാകാത്ത പ്രവർത്തനങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് ശ്രുതിയുടെ ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. COVID-19 ബാധിച്ചിട്ടുള്ള മക്കളിലേക്ക് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായി. അപ്പം മർക്കോസ് 16:20 നമ്മുടെ ധ്യാന വിഷയം. ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട്
പ്രവർത്തനങ്ങളെ സ്ഥിരീകരിക്കുകയും ചെയ്തു. സഹകരണമുണ്ട്, പിന്നെ എന്താണ്? സ്ഥിരീകരണമുണ്ട്. എന്തിനാണ് സ്ഥിരീകരിക്കണത്? വചനങ്ങളെ സ്ഥിരീകരിക്കും. എല്ലാ വചനങ്ങളും സ്ഥിരീകരിക്കും. അതുകൊണ്ടാണ് റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണില്ലേ 22:6 വെളിപാട് പുസ്തകം 22:6 പറയും, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ വെളിപാട് 22:6 എഴുതുക. പറഞ്ഞ്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയുന്നത്. വചനം സത്യമാണെന്ന് പറയുന്നതാണ് സ്ഥിരീകരണം. ഓരോ അടയാളങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും കർത്താവ് എന്താ പറയണത്? കേൾക്കുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പോൾ ഓരോ അടയാളങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, പക്ഷേ അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടയാളങ്ങൾ 2 ഘടകങ്ങളുണ്ട്. അടയാളങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താ? അടയാളം ഒരു ഘടകം, അത്ഭുതം. അത്ഭുതം ഒരു ഘടകമാണ്. ഒരു ഘടകം പിന്നെ എന്താ? അത്ഭുതം തന്നെ. അതുപോലെ തന്നെ അനുഭവങ്ങളും ഒരു അടയാളമാണ്. അടയാളത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അത്ഭുതമുണ്ട്, പിന്നെ എന്താണ്? അനുഭവമുണ്ട്. ഇപ്പോൾ 2 കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. വചന സ്ഥിരീകരണത്തിന് 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് അത്ഭുതം. വചന സ്ഥിരീകരണം എങ്ങനെയാണ് സ്ഥിരീകരണം സംഭവിക്കുന്നത്? അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അതാണ് മർക്കോസ് 16:20. ഈ അടയാളങ്ങൾക്ക് തന്നെ 2 ഘടകമുണ്ട്. എന്താണ്? അത്ഭുതമുണ്ട്. അത് അത്ഭുതം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, നമ്മുടെ കോമൺ സെൻസിന് അപ്പുറത്ത് സംഭവിക്കുന്ന, റീസണ് അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. യുക്തിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അനുഭവങ്ങൾ. ഇപ്പോൾ വലച്ചൻ്റെ കാലത്ത് എന്നാ വേണമെന്നാണ് പറഞ്ഞത്? കർത്താവിനെ അന്വേഷിക്കും. ഇപ്പോൾ സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അത് 34:10 നമ്മൾ കണ്ടത്. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടിയാണ്? അനുഭവങ്ങൾക്ക് വേണ്ടിയാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അടയാളങ്ങൾക്ക് 2 ഘടകങ്ങളുണ്ട്. ആദ്യം വേണ്ടെന്ന് വചനം. വചനത്തിന് സ്ഥിരീകരണം വേണം. സ്ഥിരീകരണത്തിന് അടയാളം വേണം. അടയാളത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് എന്താണ്? അത്ഭുതം. രണ്ടാമത്തത് എന്താണ്? അനുഭവം. അനുഭവം ആർക്കാണ് കിട്ടുന്നത്? അനുഭവം കർത്താവിനെ അന്വേഷിക്കുന്നവർക്കാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കാണ് അനുഭവം കിട്ടുന്നത്. ഏത് കാലത്താണ് കർത്താവിനെ അന്വേഷിക്കേണ്ടത്? 34:10 അനുസരിച്ച് വലച്ചിലിൻ്റെ കാലത്താണ് കർത്താവിനെ അന്വേഷിക്കണം. അതാണ് നമ്മൾ ചെയ്യണത് ഉടമ്പടിയിലൂടെ. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടില്ലേ? ഇനി വരുന്ന വിഷയം, ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് വരണത്? സ്വന്തം അനുഭവങ്ങളെന്ന് പറയുന്നത് 2 അനുഭവങ്ങളുണ്ട്. എന്താണ്? മറ്റുള്ളവരുടെ അനുഭവങ്ങളുണ്ട്, സ്വന്തം അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്വന്തം അനുഭവങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്വന്തം അനുഭവങ്ങൾ. അതെന്തിനാണ്? അത് നമ്മളെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ കണ്ടെത്തുക, സാക്ഷിയായി ജീവിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അതെൻ്റെ മക്കൾ അറിയണം, അതിൻ്റെ ടെക്നിക്ക് അറിയണം. ദൈവത്തെ കണ്ടെടുത്തത് എന്തിനാണ്? ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. 17:27 നടപടി അപ്പോസ്തല പ്രവർത്തനം 17:27 ഏറ്റു പറഞ്ഞ്, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകും. അപ്പം അലച്ചിലിൻ്റെ ഒരു കാലമുണ്ട്, കൊറോണയുടെയും ഒരു കാലമുണ്ട്, ഇല്ലേ? ഇങ്ങനെ ജോലി ഇല്ലാത്തൊരു കാലം, വീടില്ലാത്തൊരു കാലം, കടത്തിൻ്റെ കാലം.
അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്നാത്തിനാണ്? അതാണ് നടപടി പുസ്തകം 17:27. ഇത് ഓരോരുത്തരും പറഞ്ഞ് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പിടിയോ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സ്വന്തം അനുഭവം. എന്തിനാണ് അനുഭവം തരണത്? വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ് സ്വന്തം അനുഭവം തരണത്. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? വചനമാണ് ആദ്യം നൽകണത്. വചനം എന്തിനുള്ളതാണ്? കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സ്ഥിരീകരണം കിട്ടും. സ്ഥിരീകരണം കിട്ടുന്നത് എന്തിലൂടെയാണ്? അടയാളത്തിലൂടെ. അടയാളത്തിൽ എന്തെല്ലാം ഉണ്ട്? അത്ഭുതമുണ്ട്, അനുഭവമുണ്ട്. അനുഭവം എങ്ങനെ വരുന്നു? സ്വന്തം അനുഭവമാണ്. അതെപ്പോഴാണ് അനുഭവം ഉണ്ടാകണത്? ഓരോരോ കാലം വരുമ്പോൾ, കാലം മാറുമ്പോഴേ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാലമില്ലേ? കല്ലിപ്പെരക്കി കളയാൻ ഒരു കാലം, കല്ലിപ്പെരക്കി കൂട്ടാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ. അതാണ് സഭാപ്രസംഗം 3:3. സഭാപ്രസംഗം 3:3. ചില സമയത്ത് നമ്മൾക്കൊരു കാലമാറ്റം, കാലാവസ്ഥ ഭേദമുണ്ടാവും. ഈ കാലാവസ്ഥ ഭേദമുണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം അത് തകർച്ചയല്ല. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്ന 17:27 നടപടി പുസ്തകം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുമ്പോൾ ഇത് അവരവർ ദൈവത്തെ അന്വേഷിക്കാനും സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന ഗുണമെന്താ? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ 1:1. ഞങ്ങൾ കണ്ടെത്തുന്നത് എന്തിനാണ്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് എന്താണ്? കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വിസ്മയിച്ചിരിക്കാനാണോ? അല്ല. എന്താ കണ്ടെത്തുന്നത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, പറഞ്ഞേ, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്, ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പോഴേ എല്ലാ അനുഭവങ്ങളും എന്തിനാണ്? വചനത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. വചനത്തിൻ്റെ സ്ഥിരീകരണം എന്തിനാണ്? അത് വചനത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ളതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തി ആ വചനത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രസന്റ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പഴയ അനുഭവങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ ഒരു അടയാളം കാണാത്ത ഒരു സമയം ഉണ്ടാവും. നമുക്കങ്ങനെ ഒരു പുസ്തകമുണ്ട് അച്ഛന്, അടയാളം കാണാത്ത കാലം അമ്മയോടൊപ്പം വന്നു. അടയാളം ഒന്നും കാണാത്ത ചില സമയം ഉണ്ടാവും. ദാറ്റ് മീൻസ് കാണാഞ്ഞിട്ടല്ല, അടയാളം താമസിക്കുന്ന കാലം. അപ്പം അടയാളം കാണാതെ വരുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? സ്ഥിരീകരണം കുറഞ്ഞു കഴിയും. ഇത്തിരി വേവറിങ് ഉണ്ടാവും അല്ലേ? അടയാളം കണ്ടില്ലെങ്കിൽ, തൽക്കാലം അടയാളം കാണാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ സ്ഥിരീകരണത്തിന് എന്നാ ചെയ്യും? പഴയ അനുഭവങ്ങളെ നമ്മൾ ഓർക്കണം. പ്രീഡിയാവും പഴയ അനുഭവങ്ങളെ. ഇപ്പം നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന അടയാളങ്ങളെ നമ്മൾ ഓർക്കണം. അത് കർത്താവ് ചോദിക്കും. ഉത്കണ്ഠ വരുമ്പോൾ, അടയാളം താമസിക്കുന്ന കാണുമ്പോൾ, അപ്പോസ്തലന്മാർക്ക് ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, പഴയ അനുഭവങ്ങൾ ഓർക്കാൻ പറയും. 5 അപ്പം 5000 പേർക്ക് കൊണ്ട് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു? പഴയ അടയാളം പരിശോധിക്കാൻ പറയും. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഒരു മരുന്ന് കഴിച്ചു, സൗഖ്യമാകണില്ല, അപ്പോൾ നീ പഴയ കാര്യങ്ങൾ ഓർക്കണം.
ഒരു സാമ്പത്തിക കടം വന്നു, നിനക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും നീ പഴയ കാര്യങ്ങൾ ഓർക്കണം. എന്ത്? കർത്താവ് നിനക്ക് ഇതുപോലെയുള്ള വിഷമസന്ധികളിൽ പഴയ കാലത്തെ കർത്താവ് നിന്നെ കഴിഞ്ഞ കൊല്ലമോ 10 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ കർത്താവ് നിന്നെ സഹായിച്ച കാര്യം നീ അനുസ്മരിക്കണം. അതാണ് അപ്പമില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് എന്തിനെ ഉത്കണ്ഠപ്പെടുന്നു. 16:9 മത്തായിയുടെ സുവിശേഷം 16:9 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ടം നിറയെ ശേഖരിച്ചു. പ്രൈസ് ദി ലോർഡ്. 7 അപ്പം 4000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ടം നിറയെ ശേഖരിച്ചു. അല്പവിശ്വാസികളെ. അതാണ് സംഭവം. പഴയ അടയാളങ്ങൾ അനുസ്മരിച്ചാൽ അത് വിശ്വാസക്കുറവായിട്ടാണ് കർത്താവ് കാണുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് പഴയ അടയാളങ്ങളെ വിസ്മരിച്ചാൽ, പഴയ അടയാളങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഓർമ്മ വെച്ച കാലം മുതലുള്ള നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലുള്ള അടയാളമില്ലേ? അടയാളങ്ങളിലൂടെ കർത്താവ് നിന്നെ സന്ധിച്ചിട്ടുണ്ട്, നിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, നിൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കർത്താവ് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പ്രസൻറ്റ് ടൈമിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ എന്ന് പറയണത്. അതാണ് 13:8 ഹെബ്രായർ 13:8 എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ. അപ്പം നിന്റെ ഇന്നലത്തെ അടയാളങ്ങളെ നീ പരിശോധിക്കണം. എന്നിട്ട് നീ നിൻ്റെ മനസ്സിനോട് പറയണം, മനസ്സ് ധൈര്യമായിരിക്കുക, കർത്താവിന് മാറ്റമില്ല. എൻ്റെ ഇന്നലകളിൽ പ്രവർത്തിച്ച കർത്താവ് തന്നെയാണ് ഇന്നും എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നത്. അവൻ എന്നെ സന്ധിക്കും. കൈയടിച്ച് കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആകാശവും അപ്പൊ ക്രിസ്തുവാണ് വിഷയം. എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്താ? ക്രിസ്തു, ദ പേഴ്സൺ ജീസസ്. ഈ ക്രിസ്തുവാണ് ഇന്നലെ ഉണ്ടായിരുന്നത്, ക്രിസ്തുവാണ് ഇന്നുള്ളത്, നാളെ ഉണ്ടാകണത്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. പാപത്തിൻ്റെയും പോലും പരിഹാരം ക്രിസ്തുവാണ്. ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാ പറയണ ബൈബിളെ. നിൻ്റെ ഓരോ അനുഭവവും ഓരോ തകർച്ചയും ഓരോ വലച്ചിലും ഇവിടെ ദൈവം നിന്നോട് പറയണത് എന്താണ്? ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സേവ്ഡ്. യേശുവിനെ സ്വീകരിക്കൂ, രക്ഷ പ്രാപിക്കൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഏക രക്ഷയുടെ നാമം യേശു നാമമാണെന്ന് വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴില് മാനവകുല രക്ഷയ്ക്കാൻ നൽകപ്പെട്ട നാമം അങ്ങയുടെ നാമമാണ്. എന്തെങ്കിലും താമസിച്ചു പോയാ വിവാഹം, മക്കള്, ഇപ്പം ഇന്നലെ ഒരു വീഡിയോ റെക്കോർഡിങ് നടന്നിവിടെ. ഇന്നലെ ഉച്ചയായപ്പോഴും ഒരു ദമ്പതികൾ 3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്, 3 കുഞ്ഞുങ്ങളെ, നല്ല മിടുക്കന്മാരായിട്ടുള്ള 3 കുഞ്ഞുങ്ങളെ. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു, എൻ്റെ ഇടവകയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ കുറച്ച് വിജിലൻ്റാണ്. അപ്പോൾ അവരോട് പറഞ്ഞു ഇതിൻ്റെ ബൈറ്റ് ഇപ്പം തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മീഡിയ കോറെല്ലാം ഒരുമിച്ച് കൂടി അതിൻ്റെ ബൈറ്റ് എടുത്തു. കാര്യം 8 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, 8 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവരൊന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കൊടുത്തു. അത് 3 ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളായി. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ ഞാനെപ്പോഴും ഓർക്കുകയും കർത്താവ് പറഞ്ഞ കാര്യം 3:9 എന്താണ്? ഈ കല്ലിൽ നിന്ന് പ്രാർത്ഥന ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുക എന്ന് പറയുമ്പോഴേ ദൈവത്തിൻ്റെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. ആ കഴിവ് നമുക്ക് തരുമെന്ന് ഈശോ പറഞ്ഞത്. ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞപ്പോഴേ
അത് പിശാച് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അനുസരിക്കാതിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ കർത്താവ് ചെയ്തേനെ. കാര്യം അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ട്. അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ടാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യണ വിഷയമല്ല, അതിൻ്റെ ഉദ്ദേശമാണ് പ്രശ്നം. വാട്ട് യു മീൻ എന്ന് ചോദിക്കും. എന്താ നീ ഉദ്ദേശിക്കണത്? അവൻ്റെ ഉദ്ദേശം മോശമായതുകൊണ്ടാണ് കല്ലപ്പമാക്കാതിരുന്നത്. ഈ സ്ത്രീയും അവളുടെ ഗർഭപാത്രവും ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ ജനിതക സവിശേഷതയും എല്ലാം 8 കൊല്ലമായിട്ട് നോൺ പ്രൊഡക്റ്റീവാണ്, ഉൽപാദനക്ഷമമല്ല, കല്ലാണത്. പക്ഷെ കല്ല് കർത്താവിനെ ആശ്രയിച്ചപ്പോൾ, അവൻ്റെ വലച്ചിൻ്റെ കാലത്ത് അവൻ കർത്താവിനെ അന്വേഷിച്ചപ്പോഴേ ആ 8 കൊല്ലം കൊണ്ട് പ്രസവിക്കുകയാണത്. 3 കുഞ്ഞുങ്ങളെ 8 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കർത്താവ് 3 മാസം കൊണ്ട് കൊടുക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലിൽ നിന്ന് എപ്പോഴാണ് ജനിപ്പിക്കുവാൻ എൻ്റെ കർത്താവിനെ കഴിയുമെന്ന് അങ്ങനെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ്. ഇന്നലത്തെ കുഞ്ഞിനെ കൂടി ഇന്ന് കൊടുത്തിരിക്കുകയാണ്. കാര്യം എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ. ഇന്നലെ കൊടുക്കാനുള്ളത് കുടിശ്ശിക അരിയർ ഉൾപ്പെടെ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അവൾ പറയുന്ന ആ സാക്ഷ്യത്തെ പറയുന്ന വാക്കുണ്ടേ, ഈ 3 കുഞ്ഞുങ്ങൾ അവൾക്ക് അത്രയും ആരോഗ്യമില്ല. ആ കുഞ്ഞിനെ കണ്ടില്ല, ഞാൻ ഇടവകയിലായിരുന്നു. ആരോഗ്യമില്ല ആളിന്, ചെറുപ്പക്കാരത്തിയാ. കല്യാണം നേരത്തെ നടന്നു എന്നേ ഉള്ളൂ. 8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. പക്ഷേ എന്നാ പ്രശ്നം? 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഗർഭപാത്രം തൂങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരാളിന് വളർച്ചയില്ല, ബാക്കി 2 പേർക്കും വളർച്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാളെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പോഴെവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണെന്ന്. കർത്താവ് തന്നതാണ്, ഇതിനെ കളയല്ല. കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നെ അതിനെ വളർത്തിയെടുക്കുമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് എല്ലാത്തിനോടുമുള്ള ഭയം മാറ്റാൻ പറയണത്. എങ്ങനെയാണ്? കർത്താവിനെ സ്നേഹിച്ച്. നിനക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ അത് കർത്താവിനെ സ്നേഹിക്കണം. എനിക്ക് IELTS തോറ്റെന്ന് പറഞ്ഞ് ഇരിക്കരുത്. 48 പ്രാവശ്യം IELTS തോറ്റിട്ട് ഉടമ്പടി എടുത്തപ്പോഴേ IELTS ജയിച്ച സ്ഥലമാണിത്. 48 പ്രാവശ്യം, 4 അല്ല 8 അല്ല 48. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ നീ ഇല്ലേ ആ വസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല നീ പുരോഗമിക്കേണ്ടത്. മറിച്ച് എന്താണ്? നിനക്കില്ല എന്ന് അപ്പായി പറയണത് ക്രിസ്തുവാണ്. നിനക്കില്ല എന്ന് പറയണത് വസ്തുവല്ല, പിന്നെന്താണ്? ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് ഈ അപ്പ പറയണത്. ഓരോ കാര്യം ഇങ്ങനെ താമസിച്ച് പോകുമ്പോൾ ഗെറ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാ പറയണത്. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. അപ്പായുടെ ലക്ഷ്യം എന്താ? ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിൻ്റെ കല്യാണം താമസിച്ചാലും കർത്താവ് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറയും. നീ ഒരു പെണ്ണിനെ കെട്ടണില്ലേ, ഒരു ചെറുക്കനെ കെട്ടണില്ലേ എന്നാ പറയണത്. അപ്പോഴേ അപ്പായ പറയും ആദ്യം എൻ്റെ മകനെ നീ സ്വീകരിക്കാൻ പറയും. ആദ്യമേ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, പരാധീനതയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലോർത്ത് അപ്പായോട് പ്രാർത്ഥിക്കണം. അപ്പാ എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം ക്രിസ്തുവാണെന്ന് പറയണം. പ്രാർത്ഥിക്കുക, അപ്പാ എൻ്റെ പ്രശ്നം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ എനിക്ക് നൽകണമേ. എൻ്റെ എല്ലാ അവശതകളിലും അവനാണ് പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക്, ഞങ്ങളുടെ ദുരിതങ്ങൾക്ക്, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ഏകാശ്രയവും പരിഹാരവും അങ്ങ് തന്നെയാണ് കർത്താവേ. അതാണ് കർത്താവിൻ്റെ വചനം പറയണത്. കർത്താവിൻ്റെ വചനം എന്താ പറയണത്? എല്ലാ പരാധീനയുടെയും പോരായ്മയുടെയും പകരം ആരാണ്? ക്രിസ്തുവാണ്. അതിന് പകരം വചനം ഉപയോഗിക്കുന്ന വാക്യത ക്രിസ്തു എല്ലാമാണ്. അതാണ് പറയണത്. കൊളോസ്യസ് 3:11 ഏറ്റു പറഞ്ഞ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൈയടിച്ച് കിടന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്കെല്ലാം, അങ്ങ് ഞങ്ങളിലെല്ലാം. അപ്പോൾ എന്തെങ്കിലും പോരായ്മ വന്നു, അപ്പോൾ പറയണം അതിൻ്റെ പകരം ആരാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആരാണ്? ക്രിസ്തുവാണ്.
ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല, സന്ധ്യയ്ക്ക് വന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് കഴിച്ചില്ല, ആൾ വരെ എവിടെ നിന്ന് കഴിച്ചു, ചിലപ്പോൾ ഇത്തിരി മദ്യവും മരിച്ച് കയറ്റി, എന്നിട്ട് നിന്നെ ആ തെറ്റ് മറക്കാൻ വേണ്ടി നിന്നെ വേറെ ആൾക്കാരെ കൂട്ടി പറഞ്ഞു, തോന്നിവാസം പറഞ്ഞു, കശപിശയായി, നീയും ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങി. അപ്പോൾ കെട്ടാത്തതും എല്ലാം ഒരുപോലെയായിട്ട് തോന്നി, അതിനകത്ത് കെട്ടിയതാണ്, കഷ്ടമായി പോലെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു പോയില്ല, ഇട്ടച്ചും പോകാമായിരുന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പോൾ ഇതും പിറക്കി കിടന്നുറങ്ങുക. അപ്പോഴും പറയണം അതിൻ്റെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? ക്രിസ്തു. അപ്പോൾ നീ ഈ വചനം പറയണം, ക്രിസ്തു എല്ലാമാണ്, എൻ്റെ ഭർത്താവുമാണ്. അത് അങ്ങേര് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് മരിച്ചുപോയ ചില സമയത്തൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുമേ, ഭർത്താവ് മരിച്ചു പോയ പോലെ നമുക്ക് തോന്നും, ഭാര്യ മരിച്ചു പോയ പോലെ തോന്നും. അങ്ങനെയൊക്കെ എന്തെല്ലാം തോന്നിയാലും എപ്പോഴും നീ ഓർത്തേക്കണം, പിതാവായ ദൈവം മനുഷ്യൻ്റെ കാലാവസ്ഥകളിൽ വ്യത്യസ്തമായ ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ചില കാലഘട്ടത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ഒന്ന് നേരം വെളിച്ച് എഴുന്നേൽക്കുമ്പോൾ എല്ലാം തീരുമാനിക്കും. ഒന്ന് നേരം വെളുത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയും, എടീ സോറി കേട്ടാ, ഇന്നലെ എൻ്റെ ഒരു പ്രത്യേക മൂഡിലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ സോവർ കഴിഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു രാത്രിയാണ് നമ്മൾ ആ വിഷമം അനുഭവിച്ചത്. അത് ക്രിസ്തുവിൻ്റെ രാത്രിയാണ്. പറഞ്ഞ മനസ്സിലായോ അച്ഛൻ? ആ ഒരു രാത്രി 24 മണിക്കൂറേ ഉള്ളൂ, ചിലപ്പോൾ 12 മണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവർക്ക് കർത്താവ് എനിക്ക് തന്നെ ഈ വിധി വന്നതില്ല, നീ പേതിയൊക്കെ പറിക്കും. പക്ഷേ അപ്പോഴും നീ വചനം അറിയാവുന്ന നീ പറയണം, ഇത് ക്രിസ്തുവിൻ്റെ രാത്രിയാണ്, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ വലുതാണ് ക്രിസ്തുവെന്ന്, ക്രിസ്തു എല്ലാമാണെന്നും എല്ലാവരിലുമാണെന്നും അപ്പായി എന്നോട് പറയുകയാണ്. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. നീ കർത്താവിനെ സ്വീകരിക്കുക, നീ എൻ്റെ മകനെ സ്വീകരിക്കുക. നിൻ്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വിഷതകൾക്കും പരിഹാരവും പകരവുമായി അവനെ സ്വീകരിച്ച് നിൻ്റെ തൃപ്തി, നീ രക്ഷ നേടുക എന്നുള്ള അപ്പൻ്റെ സുവിശേഷമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനോർ നന്ദി പറയുന്നു, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നതിനോർ നന്ദി പറയുന്നു. തീരാവ്യാധിയിൽ കഴിയുന്നവരെ, ഈ ശുശ്രൂഷ ലൈവിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കൊറോണ വൈറസ് മൂലം വേദനിക്കുന്നവര്, അത് നിയോഗമായി സമർപ്പിക്കുന്നവര്, രാജ്യത്തിന് ദൈവത്തിന്റെ ശക്തി നിറയണമേ. ആരെല്ലാം വേദനിക്കുന്നു, ആരെല്ലാം രോഗിയായിരിക്കുന്നു, നിന്റെ ആശ്വാസമാണ് ക്രിസ്തു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, അനേകം നാടുകളിൽ നിന്ന് അനേകം മക്കളെ ഇല്ലായ്മയുടെയും വരച്ചിൻ്റെയും കാലത്ത് വേദനയോടെ നിന്നെ അന്വേഷിച്ച് നിൻ്റെ അമ്മയുടെ മധ്യസ്ഥം പിടിച്ച് നിൻ്റെ സന്നിധാനത്തെ കണ്ണീരോടെ ഇരിക്കുകയാണ്. കർത്താവേ, കൈനീട്ടണമേ കർത്താവേ, കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലതുകരം നീട്ടണമേ കർത്താവേ, കർത്താവേ, നിൻ്റെ തിരുമുറുവാടുന്ന വലതുകരത്ത മക്കളെ സ്പർശിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, അപ്പാ, അങ്ങേ പുത്രനായ യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാ, കൈനീട്ടണമേ അപ്പാ, ഓരോ മക്കളുടെ മേലും കൈനീട്ടണമേ അപ്പാ, ഓരോ മക്കളുടെ മേലും കൈനീട്ടണമേ അപ്പാ. മാരക രോഗികൾ, തീരാവ്യാധികൾ, കർത്താവെ, അങ്ങ് മാത്രം അവസാനത്തെ ആശ്രയമായി വേദനിച്ച് നിൽക്കുന്ന ഒരു ചങ്ക് തകർന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് കൃപ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കളെ എഴുന്നേൽക്കുക. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യ സമയമാണ്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഭയം മാറുന്നത്. നിൻ്റെ എല്ലാ ഇല്ലായ്മകളുടെ ഭയങ്ങൾ മാറാൻ വേണ്ടി മാത്രം ഈ സ്നേഹത്തിൻ്റെ ആരാധനയിൽ കർത്താവ് നിനക്ക് ആന്തരികമായ അഭിഷേകം നൽകുകയും നിൻ്റെ ഇല്ലായ്മയും വല്ലായ്മയ്ക്കും എല്ലാം പരിഹാരവും പകരക്കാരുമായ ക്രിസ്തു നിന്നെ സ്നേഹത്തോടെ വസിക്കുകയും ചെയ്യുന്ന ആരാധനയാണ്. ശ്രുതികട, നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഈ ആരാധനയുടെ സൗഖ്യ അഭിഷേക നിമിഷം ഞങ്ങൾക്കും ഈ ആരാധന ലൈവായി കൂടുന്ന എല്ലാവർക്കും നിന്റെ സാന്നിധ്യം നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ എല്ലാ ഇല്ലായ്മയ്ക്കും വല്ലായ്മയ്ക്കും പകരമായി നിന്റെ സ്നേഹവും
നിന്റെ സ്നേഹവും നിന്റെ സാന്നിധ്യവും നിന്റെ സാന്നിധ്യവും സാന്നിധ്യത്തിന്റെ സൗഖ്യവും അനുഭവിക്കുവാൻ സ്നേഹത്താൽ ഈ നിമിഷം ഓ ആരാധ്യനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ